കണ്ടറിയൂ, കേട്ടറിയൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബു കല്ലാർ. JS യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഷിബു കല്ലാർ എന്നടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ കഴിയും. ഇന്നത്തെ വിഷ്വൽ ട്രീറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ ഞാനൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഉടനെ തന്നെ എനിക്ക് തിരിച്ചു പോകണം. അപ്പോൾ രാവിലെ ഒരു വാക്കിങ്ങിന് വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. അതായത് കൊച്ചി നഗരമല്ല, പട്ടണമല്ല ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കുറച്ച് വില്ലേജ്. ശരിക്കും നല്ല തിരക്കാണ്. ഇത് ഈ നിൽക്കുന്ന കണ്ടില്ലേ, ആ നിൽക്കുന്ന മരമാണ് റംബൂട്ടാനാണ്. കായ്ച്ച് ഇത് നമുക്ക് സത്യത്തിൽ കേരളത്തിലെ വീടുകളൊക്കെ ഭയങ്കര രസമാണ്. കേരളത്തിലെ വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ട് വീടൊക്കെ. പക്ഷേ ഇതിൻ്റെ മുന്നിൽ ഉറപ്പായിട്ടും ചെടിയുണ്ടാകും. സത്യം പറഞ്ഞാൽ വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അത് കേരളത്തിൻ്റെ ഏത് ഭാഗം എടുത്താലും, ഇന്ന ജില്ല എന്നൊന്നുമില്ല, ഏത് ഭാഗം എടുത്താലും ഭയങ്കര ബ്യൂട്ടിയായ സ്ഥലങ്ങളാണ്. ഇത് കണ്ടോ, കാടാണിത്. കാട്ടിലാണെങ്കിലും പൂ നിൽക്കുന്നുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള സ്ഥലം ഇത്. ശരിക്കും ഒരു കാട്ടു ചെടിയാണ്. പക്ഷെ അതിൻ്റെ കുരുമുളകാണിത്. ഇത് എന്ത് രസമായിട്ടൊക്കെ കാഴ്ച കിടക്കുക കേട്ടോ. തനിമയല്ലേ ഈ വീടുകളൊക്കെ. ഇത് രസമല്ലേ, എത്ര മനോഹരമായ വഴികളും. എന്തൊരു ഇതുണ്ടോ, എന്ത് രസമാണ്. വീടിൻ്റെ അതൊക്കെ ഒരു വെച്ചേക്കുന്നതാണ്. ഈ റെഡ് പാം എന്ന് പറയുന്ന ഈ ചെടി കണ്ടോ, ഇവിടെ എല്ലാ വീട്ടിലും ഉണ്ടാവും ഈ റെഡ് പാം ചെടി. ഇതുണ്ടാവും. നടന്ന് കറങ്ങി മെയിൻ റോഡിൽ കയറി കുറച്ച് സൈലൻ്റ് ഏരിയ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തിരക്ക് തുടങ്ങി. എല്ലാ കടകളും, മീൻ കടയാവട്ടെ, പച്ചക്കറി കടയാവട്ടെ, എല്ലാം രാവിലെ തന്നെ തുറന്നിട്ടുണ്ട്. ആഗോലി ഉണ്ടെങ്കിൽ സാർ 400 രൂപയുള്ളൂ. ആഗോലി, വെള്ള ആഗോലി. ഇതൊക്കെ എന്നാ വില? ഏതാ പിരാന് 200 രൂപ, ഇത് 380 രൂപ. ഇത് വറ്റ, പ്രാഞ്ചിന് എല്ലാം മിക്സ് ആണല്ലേ. കിലോക്ക് 180 രൂപ, അതിലെ 300 രൂപ, ഇത് 400 രൂപ, ഇത് 280 രൂപ, ചാള 240 രൂപ. ഇന്നത്തെ 60 രൂപ ചാള ആണല്ലേ. ചാള എന്നാ വില? ഇത് മത്തി 240. ഇന്നലെ 300 രൂപ. മീൻ കണ്ടപ്പോൾ ഇച്ചിരി മീൻ മേടിക്കണമെന്ന് തോന്നി. അപ്പം ഞാനൊരു കേര ഒരു ശകലം വാങ്ങാമെന്നുള്ള കണ്ടീഷനിൽ നിൽക്കുകയാണ്. അവർ ഞാനപ്പോൾ അങ്ങനെ കുറച്ച് മീൻ വാങ്ങി. കേരയാണ് വാങ്ങിയത്. ഇത് കണ്ടില്ലേ, അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം, എന്താണ് സംഭവം.
ചെറിയൊരു മഴക്കോളൻ്റെ ലക്ഷണമുണ്ട്. മാനം വളരെ മൂടി നിൽക്കുകയാണ്. എന്താ കുറച്ച് കപ്പയും കുറച്ച് കേര മീനും ഒക്കെ മേടിച്ചിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കട, നല്ല കൊഴുക്കട്ട, പത്തിരി, എല്ലാ സാധനം അടിപൊളി. ഞാനെന്തായാലും ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകുന്നു. ചെടിയാണ്, പക്ഷെ കാണാൻ എന്ത് ഭംഗിയല്ലേ. നമുക്ക് ഭംഗിയാണ്, പക്ഷെ ഉടമസ്ഥന് സങ്കടമായിരിക്കും. വാങ്ങിയ മീൻ ഇതാ ഇവിടെ വെച്ചു. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഞാൻ വാക്കിങ്ങിന് പോയ സമയത്താണ് ഈ സാധനം വാങ്ങിയത്. അപ്പോൾ വരുന്ന വഴി ഫുൾ ഞാൻ ആ ടീഷർട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് പയ്യെ ഇപ്പം കേര കോട്ടയം സ്റ്റൈലിൽ എങ്ങനെ കറി വെക്കുന്നു അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഉള്ളി, അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പച്ചമുളകുണ്ട്, സവോളയാണ്. ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പം ജോലി ലാഭത്തിന് എല്ലാവരും ആരാ ഈ ചെറിയ ഉള്ളിലേക്ക് ഇന്ന് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും പെട്ടെന്ന് ഫാസ്റ്റ് ഫുഡിലേക്ക് മാറിയത് കൊണ്ട് അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഞാനും ആ വഴിക്ക് അങ്ങ് പോവാണ്. എന്നാലും ചേരുവകളൊന്നും കൈവിട്ട് കളയുന്നില്ല. ചെറിയൊരു ഉപ്പുവെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചേക്കുക. കാരണം ഇതെല്ലാം ഇന്നത്തെ കാലത്ത് ഫ്രഷാണോ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണെങ്കിൽ ഓക്കെ. ഇപ്പം എല്ലാം കെമിക്കൽ വെച്ചിട്ടൊക്കെയാണ്. ഇല്ല ഓർഗാനിക്കാന്നൊക്കെ പറയും, പക്ഷെ നമുക്കറിയാൻ പറ്റുമോ ഇത്രയും കോടി ജനങ്ങൾക്ക് ഓർഗാനിക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതെന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇതന്നെ ഞാൻ വെളുത്തുള്ളി പൊളിക്കും. ഈ വെളുത്തുള്ളി പൊളിക്കാൻ എല്ലാവർക്കും മടിയുള്ള ഒരു സംഭവമാണ് ഈ വെളുത്തുള്ളി എടുക്കുക എന്ന് പറയുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം. ഇത് നമ്മളിങ്ങനെ പൊളിക്കാനൊന്നും നിൽക്കേണ്ടത്, ഇങ്ങനെ നടുകയോ ഒന്ന് കണ്ടിച്ചിട്ട് ഇത് ഇങ്ങനെ എടുക്കുക. ഈ സാധനം വളരെ എളുപ്പത്തിൽ വരുത് കണ്ടില്ലേ, ഇത്ര സംഭവമുള്ളൂ. ഇപ്പം മുമ്പൊക്കെ ഇത് ഇങ്ങനെ പൊളിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ നടുക ഒന്ന് കണ്ടിക്കുക, ഇതിങ്ങനെ അടത്തി ഇങ്ങനെ എടുക്കുക, പണി കഴിഞ്ഞു. ഇതല്ലാതെ
നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളത് ഇട്ടാൽ മതി. ഓക്കെ, ഇനിയിപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പച്ചമുളക് ഞാൻ 2 ചേർത്തതിൻ്റെ കാരണമുണ്ട്. കാരണം ഉണക്കമുളക് നമുക്കിവിടെ ഇതുണ്ട്, വറ്റൽമുളക് ഞാൻ മുറിച്ചെല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. ഇതൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കുന്നതിൻ്റെ കാരണം പെട്ടെന്ന് നമുക്കൊരു കറി ഉണ്ടാക്കാനൊക്കെ അന്നേരമായിട്ട് ഇത് രീതിയിലൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക്. വീട്ടമ്മമാരങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു ഇതുണ്ട്. ഞാൻ അതുകൊണ്ട് അത് കുറച്ച് വറ്റൽമുളക് ഞാൻ ഇടുന്നുള്ളൂ. കാരണം മുളക് പൊടി നമ്മൾ ഇതിനകത്ത് മസാല ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. നല്ല പൊടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ മസാല ചേർക്കുന്നതിന് മുമ്പ് ഈ പുളി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകണം കേട്ടോ. ഇത് കഴുകിയിട്ട് നമുക്ക് ഈ പുളി ഇതിനകത്തിടാം. ഇത് ഞാൻ വേറൊരു ചെറിയ ടെക്നിക്ക് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ചൂടുവെള്ളം ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ശകല ചൂടുവെള്ളം നമ്മൾ എടുക്കുക, ശകല പച്ചവെള്ളം നമുക്ക് ചേർക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിരി അതിൻ്റെ ആ പുളിയൊക്കെ ആ സത്തൊക്കെ അങ്ങോട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല പക്കയായിരിക്കും നമ്മൾ ഇതെല്ലാം എടുത്തു വരുമ്പോഴത്തേക്കും. അപ്പോൾ അവനെ നമുക്ക് കറിക്കകത്ത് ചേർത്താൽ മതി. അപ്പോൾ ഇത് കോട്ടയം സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എപ്പോഴും കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് മീൻ ഒന്ന് കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. സംഭവം മീൻ എപ്പോഴും വെള്ളത്തിലാണ് കിടക്കുന്നതെങ്കിലും നമ്മളൊന്ന് കഴുകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഒന്ന് 1 കിലോ മീനാണ് ഞാൻ കേര വാങ്ങിയത്. പക്ഷേ ഞാനിപ്പോൾ 1/2 കിലോയെ എടുത്തിട്ടുള്ളൂ. ബാക്കി എടുത്ത് ഫ്രിഡ്ജ് വെച്ചു. അത് പിന്നീട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, നല്ല തുണ്ടമായിട്ട് നല്ല അലുവ പോലെയാണ് അവർ മീൻ കട്ട് ചെയ്തേക്കുന്നതെന്ന്. ഉപയോഗിക്കുന്നത് കല്ലുപ്പായിരിക്കും, മറ്റേ ഉപ്പ് പൊടി ഉപയോഗിക്കാറുണ്ട്. അപ്പം ഞാൻ അരപ്പിൻ്റെ കൂടി ഇച്ചിരി ഉപ്പ് ചേർത്തായിരുന്നു. എന്നാലും സാരമില്ല, കുറച്ച് ഉപ്പും കൂടെ എനിക്ക് വേണമെന്ന് തോന്നുന്നു. ശകല ഉപ്പും കൂടെ ഒന്ന് ചേർത്തേക്കാം. പുളി ഇട്ടാലും ഈ പുളിയുടെ മിശ്രിതം ചൂടായി കിടക്കുകയാണ്, കിടച്ച് നല്ല കിഡിലായിട്ടിരിക്കുകയാണ്. അപ്പം ഇതിലേക്ക് നമ്മൾ ഇത് മൂപ്പിച്ച് പൊടിച്ച് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. പിന്നെ എനിക്ക് പച്ചമുളകും വറ്റൽമുളകും ഒക്കെ ഞാൻ തനിയെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മസാലയ്ക്ക് എടുത്തത് കാശ്മീരി മുളക് പൊടിയാണ്. അതുകൊണ്ടാണ് ഈ കളർ കേട്ടത്. നമുക്ക് ഇത് മിക്സിക്കകത്തിട്ട് ഈ സാധനം ഒന്ന് പൊടിക്കാം. ആ ഉലുവയും കടുകും കൂടെ പൊടിഞ്ഞപ്പോൾ ഇതിനൊരു പ്രത്യേക മണമാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് കോട്ടയംകാരുടെ കറിക്ക് ഇത്രയും ടേസ്റ്റ് വരാനുള്ള മെയിൻ കാരണം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ ഒന്ന് തോയി കൊടുക്കും. ഇപ്പം മീൻ ഇത് മതി. ഒരു തവി ഉപയോഗിച്ച് നമ്മൾ ഈ മീനിൽ ഇട്ട് ഇളക്കാനേ പാടില്ല. ഈ ചട്ടി കോട്ടയം സ്റ്റൈല് മീൻ വറ്റിച്ചത്, ഫിഷ് വറ്റിച്ചത്, കേര ഫിഷ് കറിയാണിത്.
ഇത് ഉലുവയുടെയും കടുകിൻ്റെയൊക്കെ ആ സ്മെല്ല് പോകാൻ പാടില്ല. ഞാൻ ഇങ്ങനെ അടച്ച് വെക്കുന്നു. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇതിന് ശേഷം ഇച്ചിരി കപ്പ വേവിക്കണം. കപ്പ കൊത്താം. ചെറിയ ജീരകം ഇട്ടു, ഉള്ളി ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു, പിന്നെ തേങ്ങ ഇച്ചിരി വെളുത്തുള്ളി നമുക്ക് ഇട്ടേക്കാം. കാരണം വെളുത്തുള്ളി ചിലർ ഉപയോഗിക്കാറില്ല. മഞ്ഞൾപ്പൊടി ഇട്ടു, പച്ചമുളക് ശക്കല ഒന്ന് കൈനിറവ് വെള്ളം ഇച്ചിരി ചേർത്തിട്ട് അടിക്കാൻ നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ കപ്പയിലേക്ക് ഇട്ടിട്ട് ഇത് കപ്പയ്ക്കകത്തേക്ക് ഇട്ടിട്ട് ഇത് കുഴച്ചെടുക്കണം. കുഴയ്ക്കാൻ വേണ്ടി ഒരു ചെറിയ മത്ത് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കപ്പ വേവിച്ചു, മീൻ കറി വെച്ചു. സൂപ്പർ കപ്പ. ഒരു ശകലം ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം. ഇപ്പം ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല കേരമീനായിരുന്നു. ഇത് കണ്ടാലേ നമുക്ക് കഴിക്കാൻ തോന്നും. ഇതേ ഫുഡൊക്കെ എപ്പോഴും നമ്മൾ ആസ്വദിച്ച് വേണം കഴിക്കാൻ. എനിക്കൊന്നും നമ്മുടെ കേരളക്കാരുടെ ഫുഡ് പോലെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഒരു രാജ്യത്തും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏകദേശം ശ്രീലങ്കയൊക്കെ നമ്മളുടെ ഒരു സ്റ്റൈലാണ്, എന്നാൽ പോലും കുറച്ച് വ്യത്യാസമുണ്ട്. ഇന്തോനേഷ്യയിലേക്ക് പോവുകയാണെങ്കിൽ പഞ്ചസാര സോസുമാണ് അവർ, ഫിഷാണേലും എന്ത് ഇതാണേലും അവർ ഉപയോഗിക്കുന്നത്. എല്ലാവരും വീഡിയോ കാണണം. നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇതുപോലെ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. നന്ദി, നമസ്കാരം. കണ്ടറിയൂ, കേട്ടറിയൂ.